മച്ചന്മാരെ കട്ട കലിപ്പ് എന്ന് പറഞ്ഞ കട്ട കലിപ്പ്. പുതിയതായിട്ടൊരു തന്നെ വണ്ടിയെ കൊണ്ടുവന്ന അവനാണെന്നുണ്ടെങ്കിൽ ഫോൺ വിളിച്ചും മെസ്സേജ് അയച്ചും എന്നെ ഒന്ന് കൊണ്ടുപോകും, എന്നെ റൂട്ടൊന്ന് പഠിപ്പിക്ക്, കൈയൊന്ന് തെളിയിക്ക് ആശാനെന്നും പറഞ്ഞിട്ട് വലിഞ്ഞു വന്ന് കയറിയതാണ്. മലകുടി മാറാത്ത പിള്ളേരെയും കൊണ്ട് വന്നു കഴിഞ്ഞാൽ നീ അനുഭവിക്കുമെന്ന് പല ആശാന്മാർ പറഞ്ഞപ്പോഴും ഞാൻ വിശ്വസിച്ചില്ല. അവിടെ നിങ്ങോട്ട് കയറിയപ്പോൾ തുടങ്ങിയ മൊബൈൽ കളി, വണ്ടി ഓടിക്കാൻ വിളിച്ച ഉറക്കം, എന്തൊരു അവസ്ഥയെന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ ഓരോരുത്തന്മാരെയൊക്കെ സഹായിക്കാനായിട്ട് നടന്നേ, നമ്മൾ ഡ്രൈവർമാർ വല്ലാത്ത വള്ളി പിടിക്കുമെന്ന് പറഞ്ഞാൽ വല്ലാത്ത വള്ളി പിടിക്കും. ഇതോടുകൂടി ഞാൻ ഈ പരിപാടി നിർത്തി. എൻ്റെ പൊന്നു മച്ചന്മാരെ, നമ്മളാദ്യമായിട്ട് ലോങ് കൂടണം. ഞാൻ ഓടിച്ചോളാം, കുറച്ചു നേരം ഞാനൊന്ന് ഉറങ്ങുമ്പോൾ നീ ഒന്ന് ഉരുട്ടി തന്നായെന്നും പറഞ്ഞാണ് ഇങ്ങനെ നമ്മളെ വിളിച്ചത്. നമ്മൾ വന്ന് കാരണം ആദ്യമായിട്ട് ലോങ് പോകണം. അപ്പോൾ അവർ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആളുടെ കൂടെ കയറി വന്ന് എൻ്റെ ഓടിക്ക് അറിയാം ആ ഒരു രീതിയിൽ വന്നു. ഈ പുള്ളി ഇത് കഴിഞ്ഞിട്ട് പോണിക്കളി ഉറക്കാം. നമ്മൾ ഈ കിലോമീറ്ററുകളോളം മണിക്കൂർ നിർത്താതെ വണ്ടി ഓടിച്ചിട്ടിരിക്കണം, ഉറക്കവും കളഞ്ഞു. എന്ത് പറയാനാ, ഇങ്ങനെയൊക്കെയാണ് ആശാന്മാർ കാര്യങ്ങൾ പഠിപ്പിക്കാന്നൊക്കെ പറഞ്ഞ് വിളിച്ചിട്ടുണ്ട്. എനിക്കാണ് ആ റൂട്ട് അറിയാൻ മേലെ, ഒരു കുന്തം അറിയാൻ മേലെ. ഈ പുള്ളിയാണ് ഫോണിൽ കളിക്കണം ഉറങ്ങണം. എന്താ പറയുക, ഇങ്ങനെയുള്ള ആൾക്കാരുടെ കൂടെ നമ്മളെങ്ങനെ ഒരുമിച്ച് ഒരു ട്രിപ്പ് പോകണം. ഒന്നുമില്ലെങ്കിൽ ഇത്രയും കിലോമീറ്ററുകളൊക്കെ വണ്ടി ഓടിച്ച് നമ്മൾ പോകണമല്ലോ, രണ്ടുപേരും ഒരുമിച്ച്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞ മനസ്സിലാവണല്ലോ. ഇങ്ങനെയൊക്കെ എങ്ങനെ ഇത് മുന്നോട്ട് പോകണം. മച്ചന്മാരെ, ഒട്ടുമിക്ക വണ്ടിയിൽ നടക്കുന്ന അവസ്ഥയാണ് ഞങ്ങൾ വളരെ ലഘുവായിട്ട് ചിത്രീകരിച്ചത്. ആദ്യം തന്നെ മനസ്സിലാക്കുക, ഒരു വണ്ടിക്കും നല്ല ബെസ്റ്റ് പെയറിനെ ഒരു ഡ്രൈവർമാർക്കും കിട്ടത്തില്ല, ഒരു ആശാന്മാർക്കും കിട്ടത്തില്ല. പിന്നെ നമ്മൾ ആരെക്കുറിച്ച് എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും 10 മടങ്ങ് പ്രഹരശേഷിയിൽ അതിനേക്കാൾ വലുത് നമുക്കെതിരെ തിരിച്ചു വരും. അതുകൊണ്ട് പറ്റാവുന്നിടത്തോളം നല്ല സൗഹൃദബന്ധം കാത്തു സൂക്ഷിച്ചു പോവുക, ആരോടും പിണങ്ങാതിരിക്കുക. അതെ, ഞങ്ങൾ കണ്ടില്ലേ അടിച്ച് പൊളിച്ച് തകർത്തല്ലേ ബോംബെ വരെ ഉള്ളേ. പൊളിയല്ലേടാ, പിന്നെ പൊളിച്ച് ആശാലകളുണ്ട് പൊളി